വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് റെസിപ്പി എന്തിനാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് പുട്ടുപൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിന് പുട്ടുപൊടിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഒഴിക്കുക. തണുത്ത വെള്ളം തന്നെയാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ വിരകി മാവിൻ്റെ കട്ടയെല്ലാം പൊട്ടിച്ച് റെഡിയാക്കി ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ അരമുറി തേങ്ങ തിരുവി ഇതുപോലെ ഒരു വശത്തോട്ട് മാറ്റാം. അത് ഒരു സൈഡിലോട്ട് വയ്ക്കാം. നല്ലതുപോലെ പഴുത്ത ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ എടുക്കണം. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത മാമ്പഴം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ 2 സ്പൂൺ പഞ്ചസാരയും മിക്സ് ചെയ്ത് ഒരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാം. മാമ്പഴത്തിന് മധുരം കുറവായതുകൊണ്ടാണ് പഞ്ചസാര ആഡ് ചെയ്തത്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്ന പാത്രത്തിൽ ചില്ലിയും വെച്ച് കുറച്ച് തേങ്ങ നമുക്ക് ആഡ് ചെയ്യണം. അതിൽ തന്നെ നമുക്ക് കുറച്ച് മാമ്പഴം ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പുട്ടുപൊടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും വയ്ക്കണം. അതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങയും വെച്ച് ഒരടപ്പ് കൊണ്ട് നന്നായിട്ട് അടയ്ക്കണം. ഇതിനെ നമുക്ക് പുട്ടുകൂട്ടത്തിൽ വെച്ച് നല്ലതുപോലെ ആവിയേറ്റി എടുക്കാം. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പുട്ട് റെഡിയായി കിട്ടും. നല്ലതുപോലെ ആവി വന്ന പുട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളിവിടെ പുട്ട് റെഡിയായി. നമുക്ക് പാത്രത്തിലോട്ട് വയ്ക്കാം. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പഴുത്ത മാമ്പഴം, നല്ല മധുരമുള്ള മാമ്പഴം തിരഞ്ഞെടുക്കണം. ഞങ്ങൾക്ക് കിട്ടിയ മാമ്പഴത്തിൽ മധുരം കുറവായിരുന്നു, അതാണ് മധുരം ആഡ് ചെയ്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഉണ്ടായി കഴിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഞാൻ ഉണ്ടാക്കിയതുപോലെ പുട്ടുണ്ടാക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.